الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്കെല്ലാവർക്കും ഖൈറുകൾ വർദ്ധിപ്പിക്കട്ടെ. വിചാരിച്ച വിഷയങ്ങളിലെല്ലാം അല്ലാഹു തആല വിജയം പ്രദാനം ചെയ്യട്ടെ. തിരുപ്പിറവി ദിനത്തോട് അടുക്കുകയാണ് നമ്മൾ. ഇതിനിടയിൽ തിരുനബിയുടെ ചരിത്രം അല്പാൽപമായി പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും വലിയൊരു അത്ഭുതമായ സംസമും തിരുനബിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം, ഇന്നലെ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടല്ലോ. സംസം കിണർ കുഴിക്കണമെന്ന് സ്വപ്നത്തിൽ കാണുകയും അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അബ്ദുൽ മുത്തലിബ് എന്നവര് ആ കിണർ കുഴിക്കാൻ തുടങ്ങുകയും ഖുറൈശികൾ ഉൾപ്പെടെ എല്ലാവരും അതിനെ വിമർശിക്കുകയും വിയോജിക്കുകയും ചെയ്തു, സഹകരിച്ചുമില്ല. അങ്ങനെ അതെല്ലാം കൂടി ആയപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ മനസ്സിന് ഒരൽപ്പം പ്രയാസം തോന്നി. ആരും സഹകരിക്കുന്നുമില്ല, ഒന്നുമില്ല. ആ വിഷമഘട്ടത്തിൽ ലമ്മ റഅ അബ്ദുൽ മുത്തലിബ് ഖില്ലത അഅ്വാനിഹി ഫീ ഹഫ്രി സംസം കുഴിക്കുമ്പോൾ ഹെൽപ്പർമാരൊന്നും ഇല്ല എന്നുള്ളതിൽ മനപ്രയാസപ്പെട്ടപ്പോൾ നദറ അബ്ദുൽ മുത്തലിബ് എന്നവർ നേർച്ച നേർന്നു. ലഇൻ അക്മലല്ലാഹു ലഹു അശറത ദുഖൂരിൻ, എനിക്ക് ആ മക്കളെ 10 ആളെ പൂർത്തിയാക്കിയിട്ട് അള്ളാഹു തരുകയാണെങ്കിൽ ഹത്താ യറാഹു, അത് ആ 10 മക്കളെയും ആൺമക്കളെയും തനിക്ക് കാണുകയും വേണം. പെട്ടെന്ന് മൂപ്പറും മരിക്കുകയും ചെയ്യാറ്. ഈ മക്കളെയൊക്കെ കണ്ട് ഓരോരു പെരുമാറി അങ്ങനെ ഒരു 10 മക്കളെ ആൺകുട്ടികളെ തരണം. എന്നാൽ അതിൽ ഒരാളെ ബലിയാക്കും എന്നാണ് നേർച്ചയാക്കിയത്. 10 മക്കളെ ആ മക്കളെ തരിക, എന്നിട്ട് അതിൽ ഒരാളെ ഞാൻ എന്താക്കും, ബലി അറക്കും എന്ന് പറഞ്ഞ് നേർച്ചയാക്കും. ഈ നേർച്ചയാക്കുന്ന പരിപാടി പണ്ടേ ഉണ്ട്, ഇസ്ലാമിലും ഉണ്ട്. നേർച്ചയാക്കുക ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി, ആപത്തുകൾ തട്ടാൻ വേണ്ടി ഇങ്ങനൊക്കെ നേർച്ചയാക്കുന്ന പരിപാടിയുണ്ട്. അത് ഖുർആൻ അംഗീകരിച്ചിട്ടുള്ളതുമാണ്. ഫലമ്മ ചക്കാമലും അങ്ങനെ പിന്നെ സംസം കുഴിച്ച് കഴിഞ്ഞപ്പോൾ ചില പ്രശ്നമൊക്കെ ഉണ്ടായി കേട്ടോ. കുറെ കുഴിച്ച് ഇതിങ്ങനെ വെള്ളം കാണുന്നില്ല, കുറെ പ്രയാസപ്പെട്ടിട്ടാണ് കുഴിക്കുന്നത്. കുറെ അങ്ങ് എത്തിയപ്പോ പണ്ടത്തെ ഈ സംസം കിണറ് വെള്ളത്തെ തടഞ്ഞു നിർത്താൻ ഹാജർ ഉമർ റളിയല്ലാഹു അൻഹ കല്ലൊക്കെ പടുത്തു വെച്ചിട്ടുള്ള ചെറിയൊരു പഴയ ആ പുരാതന പടവിന്റെ ഭാഗം കണ്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ സന്തോഷമായി. കിണർ കുഴിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാവരും വന്നു നോക്കിയിട്ട് പറഞ്ഞ ഇത് നമ്മളെ പണ്ടത്തെ പാരമ്പര്യത്തിലുള്ള കിണറാണ്, ഇസ്മായിൽ നബിയുടെ കാലത്തുള്ള നമുക്ക് വെള്ളമാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും കൂടി അതിൽ അവകാശം വേണമെന്ന് പറഞ്ഞു. ആര് വേറെ ചില ആളുകൾ. അപ്പൊ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു അതാണ് അത് വേണ്ട, ഞാനാ കുഴിച്ചത്, ഞങ്ങൾക്ക് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി. പിന്നീട് അത് പരീക്ഷിക്കാൻ വേണ്ടി ഒരു സംഭവമൊക്കെ ഉണ്ടായി. ഇത് ആർക്ക് എടുക്കണം എന്നുള്ളത്, ആർക്ക് അവകാശപ്പെട്ട പിന്നെ വേറൊരു ചരിത്രമാണ്. ഏതോട്ടെ നമ്മൾ ഈ പറഞ്ഞു വന്നത് വേണ്ടി തീർക്കാം. ഫലമ്മ തക്കാമലു അസറത്തറും 10 ആൺമക്കളും പൂർത്തിയായപ്പോ ജമഅഹും അബ്ദുൽ മുത്തലിബ് എന്നവർ ഈ മക്കളെല്ലാം വിളിച്ചു കൂട്ടി. 10 ആൺമക്കൾ വേണമെന്നല്ല പറഞ്ഞു, എല്ലാവരും കൂടി. എന്നിട്ട് മക്കളോട് തന്റെ നേർച്ചയെ കുറിച്ചിട്ട് വിവരം പറഞ്ഞു. മക്കളെ, ഞാനിങ്ങനെ സംസം കുഴിക്കുന്ന സമയത്ത് ഇങ്ങനെ നേർച്ചയാക്കിയിരുന്നു. അപ്പൊ മക്കളെന്ത് പറഞ്ഞു? ഇപ്പൊ അജാബു, മക്കള് വാപ്പാനോട് പറഞ്ഞു, ഔഫി ബിനദിരി, നിങ്ങൾ നേർച്ച പൂർത്തിയാക്കിക്കോളി ബാപ്പേ. എന്തിയാതി മക്കളല്ലേ, ഒരാളെ അറക്കാനാണ് ഇപ്പോ നേർച്ചയാക്കിയത്, അതിന് നിങ്ങൾ വാപ്പ എന്താ വേണ്ടേ ചെയ്തോളി, അറക്കാൻ നിന്ന് തരാം മക്കള്. ആ മക്കളും ബാപ്പയായിട്ടുള്ള ബന്ധം അങ്ങനെ എന്താണോ വിചാരിച്ചത് ചെയ്തോളി. ഈ 10 മക്കളില്ലെന്ന് ആരെ അറക്കും എന്നുള്ളതാണ് പിന്നെ പ്രശ്നം. 10 ഒരേപോലത്തെ മക്കളെന്നല്ലേ, എന്ത് ചെയ്യും? അവിടെ വെച്ചിട്ടുള്ള ഒരു നിയമമാണ് നറുക്കെടുക്കുക. 10 ആളെ പേരും നറുക്ക് എഴുതിയിട്ട് അത് ഇട്ടിട്ട് നറുക്കെടുത്തിട്ട് ആരാണോ നറുക്കിൽ വീഴുന്ന പോലെ അറക്കാന്നുള്ളത്. അബ്ദുൽ മുത്തലിബ് എന്നവരുടെ 10 മക്കളെ കൂട്ടത്തിൽ അബ്ദുള്ള എന്നവരുടെ പേരിലാണ് നറുക്ക് വന്നത്. അബ്ദുള്ള എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ.
ഈ അബ്ദുള്ള എന്ന് പറഞ്ഞ മകനാകട്ടെ അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് മറ്റ് മക്കളെ കൂട്ടത്തിൽ വെച്ച് വളരെ കൂടുതൽ പ്രിയപ്പെട്ട മോനുമാണ്. അങ്ങനെ ഉണ്ടാവില്ല, ചില മക്കളെ കൂട്ടത്തിൽ ചിലർക്ക് വാപ്പാക്ക് ചില മക്കളോട് കുറച്ച് കൂടുതൽ അട്രാക്ഷൻ ഉണ്ടാവും, താല്പര്യം ഉണ്ടാവും. അത് സ്വാഭാവികമാണ്, മനസ്സിലെ വികാരമാണല്ലോ ഇഷ്ടം, സ്നേഹം എന്നൊക്കെ പറയും. എന്നാൽ അബ്ദുല്ലാഹി എന്നവരോട് അബ്ദുൽ മുത്തലിബ് എന്നവർക്ക് വലിയ ഇഷ്ടമാണെന്ന് ചരിത്രത്തിലൊക്കെ കാണാം. അപ്പൊ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മോനെ ബലി അറക്കണമെന്നാണ് ഇപ്പൊ നറുക്ക് വീണത്. അപ്പൊ അഹദബിയരി ഒന്നും കൂസിയില്ല. അബ്ദുൽ മുത്തലിബ് എന്നവര് അബ്ദുല്ലാന്റെ കയ്യും പിടിച്ച് യഖൂദുഹു ഇലൽ മദ്ബഅ അറക്കേണ്ട സ്ഥലത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വമഅഹുൽ മുദിയ കയ്യിൽ കത്തിയുണ്ട്, അറക്കാനുള്ള കത്തിയും കയ്യിലുണ്ട്. ഈ രംഗം കണ്ടിട്ട് വീട്ടിനകത്തിരിക്കുന്ന അബ്ദുൽ മുത്തലിബ് എന്നവരുടെ പെൺമക്കളൊക്കെ പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി. ആങ്ങളമാരോട് പെങ്ങന്മാർക്ക് ഉണ്ടാകുന്ന ഒരു സ്നേഹം നമുക്കാർക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഏത് പെങ്ങന്മാർക്കും ആങ്ങളമാരെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഈ അബ്ദുൽ മുത്തലിബ് എന്നവരെ പെൺമക്കളൊക്കെ കരയാൻ തുടങ്ങി. കാലത്ത് ഏഹദാഹുന്ന ആ പെൺമക്കളുടെ കൂട്ടത്തിൽ വെച്ച് പെങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞ് എന്താ പാപ്പ ഈ ചെയ്യുന്നത്? ഇതിനൊക്കെ ഒരു ഒഴിവ് കഴിവ് നമുക്ക് ഉണ്ടാവുമല്ലോ, ഈ കൊല്ലുന്നതിന് പകരം വേറെന്തെങ്കിലും പരിഹാര മാർഗം ഉണ്ടാവൂലേ? ബാപ്പ അങ്ങക്ക് നല്ല എത്രയോ ഒട്ടകങ്ങൾ ഈ ഹറമിന്റെ അതിർത്തിക്കുള്ളിൽ മേഞ്ഞു നിന്ന് നടക്കണ നല്ല ഒട്ടകമുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒട്ടകത്തെ കൂടി ചേർത്തിട്ട് അങ്ങ് നറുക്കിട്. ഇതിന് പരിഹാരം ഒട്ടകം കൊടുക്കാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി ഒരു ഒഴിവ് കഴിവൊക്കെ സ്വീകരിക്കണം ബാപ്പേന്നോ. അപ്പം ഇവർക്കും തോന്നി ശരിയാണ്, അങ്ങനെ ഉണ്ടല്ലോ, അക്കാലത്തെ ഉണ്ട്. ഒരാളെ അറക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നതിന് പകരം വെക്കുന്ന ഒരു പരിപാടി എന്താണ്? ദിയ കൊടുക്കുക എന്ന് പറയാം. ദിയ എന്ന് പറഞ്ഞാൽ ഒട്ടകം. അപ്പൊ മോൾ ഇത് ഓർമ്മപ്പെടുത്തിയപ്പോ വാപ്പാക്ക് തോന്നി എന്നാ അങ്ങനെ ഒന്ന് ചെയ്തോ. അങ്ങനെ അബ്ദുള്ളാന്റെ പേരും എഴുതിയിട്ടു. വഅല അശ്രി മിനൽ ഇബിൽ 10 ഒട്ടകത്തിന്റെ പേരും എഴുതിയിട്ടു. 10 ഒട്ടകം പകരം കൊടുക്കുക. ഇത് രണ്ടും നറുക്കും കൂടി. അപ്പൊ ഒന്നുകിൽ അബ്ദുള്ളാനെ അറക്കുക അല്ലെങ്കിൽ 10 ഒട്ടകം കൊടുക്കുക. ഇങ്ങനെ നറുക്കിട്ട് അന്നാക്കാലത്ത് ഒരാൾക്ക് പകരമുള്ള ദിയത്ത് 10 ഒട്ടകമായിരുന്നു. അപ്പൊ ആ 10 ഒട്ടകത്തിന്റെ ഇതും ഇട്ടിട്ട് നറുക്കിട്ട്. പക്ഷേ ഫഖറജത്ത് അലാ അബ്ദില്ലാ നറുക്ക് വീണതും പിന്നെ ആർക്കന്നെ? അബ്ദുള്ള നറുക്കണോ? അപ്പം അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്ത് 10 ഒട്ടകം എന്നുള്ളതിന് 20 ഒട്ടകമാക്കിയിട്ട് നറുക്കിട്ട്. എന്നിട്ടും അബ്ദുള്ള പിന്നെയും 10 കൂട്ടി. അങ്ങനെ 30, 40, 50, 60, 70, 80, 90, 100 ഒട്ടകം ഘട്ടം ഘട്ടങ്ങളായിട്ട് 100 ഒട്ടകം എന്നുള്ള നിലക്ക് എഴുതിയിട്ട് എന്ത് ചെയ്തു? അപ്പം നറുക്ക് വീണു, ഒട്ടകത്തെ ഇറക്കണം. അപ്പൊ അബ്ദുള്ളയോ 100 ഒട്ടകമോ എന്നുള്ള നറുക്ക് ഇട്ടപ്പോ അബ്ദുള്ളക്ക് പകരം 100 ഒട്ടകം എന്നുള്ളത് വന്നത്. അങ്ങനെ അപ്പൊ അബ്ദുൽ മുത്തലിബ് തക്ബീർ മുഴക്കി. കൂടെ കുറെ ആളുകൾ കാണാനുണ്ട്. അങ്ങനെ ഈ 100 ഒട്ടകത്തെ പോയിട്ട് എന്ത് ചെയ്ത് അന്ന് അറുത്തു കൊടുക്കുകയാണ് ചെയ്തത്. അതോടുകൂടി അബ്ദുല്ലാഹി രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, ഒരു ചരിത്രം അവിടെ പിറക്കുകയാണ്. ഒരാൾക്ക് പകരം എത്ര ഒട്ടകം എന്നുള്ള ദിയ ധനം എത്ര എന്നുള്ളതിനെ കുറിച്ച് അന്ന് മുതൽക്ക് സ്ഥിരപ്പെട്ടു 100 ഒട്ടകമാണ്. പിന്നെ അത് ആ ജാഹിലിയ കാലത്ത് അങ്ങനെ വന്നിരുന്നു. ഒരാൾക്കുള്ള ദിയ 100 ഒട്ടകം. പിന്നീട് അതിങ്ങനെ വന്നു. വക്കാന അബ്ദുൽ മുത്തലിബി അവ്വലു മൻ സന്ന ദിയത്തൻ നഫ്സി മിഅത്തൻ. ഒരാൾക്ക് 100 ഒട്ടകം ആണ് ദിയ ധനം എന്നുള്ള നിശ്ചയം, ആ ഒരു ചര്യ വന്നത് അബ്ദുൽ മുത്തലിബിലൂടെയാണ്. അങ്ങനെ അറബികളും ഖുറൈശികളൊക്കെ ഇതേ നിയമം പിന്തുടർന്നു. ആ നിയമത്തെ പിന്നീട് ശരീഅത്തുൽ ഇസ്ലാം അംഗീകരിച്ചു. റസൂലുള്ളാഹിന്റെ ശരീഅത്ത് വന്നപ്പോ ശരീഅത്തിലെ നിയമം എന്താ? ഒരാൾക്ക് പകരം ദിയാദനം എത്രയാ? 100 ഒട്ടകം. ആ 100 ഒട്ടകത്തിന്റെ മൂല്യമാണ് ഇന്ന് ദയാദനം കൊടുക്കുക. നിമിഷപ്രിയൊക്കെ എത്രയാ വേണ്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. നേരത്തെ എത്രയോ കോടികൾ റഹീമിന് വേണ്ടിയിട്ട് പിരിച്ചു കൊടുത്ത് ദിയാദനം. ഈ 100 ഒട്ടകമാണ് അതിന്റെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ കണക്ക്. 100 ഒട്ടകം അത് അന്ന് മുതലുള്ള നിയമമാണ് ഞാൻ പറഞ്ഞത്.
ഏതോ ആകട്ടെ സംസം കിണർ കുഴിച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്നവർ നേർച്ചയാക്കിയത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവായ അബ്ദുള്ളയെ ബലിയറക്കപ്പെടേണ്ടതാണ്. പക്ഷെ അതിന് പകരം മറ്റൊന്ന്. ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ മകനെ അറക്കാൻ സ്വപ്നം കണ്ടു, ഇസ്മായിൽ നബീനെ അറക്കാൻ പോയപ്പോ പടച്ചവൻ അതിനൊരു പകരം വേറൊന്ന് സംവിധാനം, ഒരു ഓപ്ഷൻ വേറെ വെച്ചു കൊടുത്തിരുന്നു. അതാണ് ആടിനെ അറക്കുന്ന പരിപാടി. അന്ന് ഇസ്മായിൽ നബിക്ക് വേറെ എന്തിനാ അറുത്തത്? ആടിനെ അറുത്തു. ഉലഹിയത്ത് എന്നുള്ളൊരു കർമ്മം പിന്നീട് ഉണ്ടാക്കി ഇസ്ലാമിൽ ശരിയായിട്ട് വന്നു. ഇതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാപ്പ അബ്ദുള്ളയെ അറക്കാൻ പോയപ്പോ അവിടെ രണ്ടാമതൊരു ഓപ്ഷൻ വന്നത് 100 ഒട്ടകമാണ്. ഈ ഓപ്ഷൻ ഉണ്ട് എന്നർത്ഥം. അതിനാണ് ദിയ ദിയ എന്നൊക്കെ പറഞ്ഞ്. ഇപ്പൊ ഇതൊക്കെ വന്നത് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഇതിനൊക്കെ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവിടുന്ന് പറയാറുണ്ട്, അനബലു ദബീഹൈൻ, ഞാൻ അറക്കപ്പെടേണ്ട 2 ഉപ്പമാരുടെ മോനാട്ടോ എന്ന് പറയും. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലിയറക്കപ്പെടേണ്ടിയിരുന്ന 2 ഉപ്പമാരുടെ മോനാണ് ഞാൻ. പണ്ട് ഈ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ചരിത്രത്തെക്കാളും പിറകോട്ട് പോയാൽ ആരുടെ ചരിത്രം വരും? ഇബ്രാഹിം നബി, ഇസ്മായിൽ നബിയുടെ ചരിത്രം വരും. ഇസ്മായിൽ നബിയുടെ പരമ്പരയിലാണ് മുത്ത നബി എന്ത് ചെയ്യുന്നത്? പിറവി കൊള്ളുന്നത്. അന്നാ ഇസ്മായിൽ നബിയെ അർത്ഥത്തിലുണ്ടെങ്കിലോ? ഇനി അതും കഴിഞ്ഞ് കടമ്പകൾ ഏറെ കിടന്ന് അബ്ദുൽ മുത്തലിബ് എന്നവർ അബ്ദുല്ലാനെ അർത്ഥത്തിലുണ്ടെങ്കിലോ? ഉണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ എന്തൊക്കെയോ ചരിത്രങ്ങൾ അങ്ങോളം ചങ്ങലയായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ അല്ലാഹുവിന്റെ തിരുദൂതരെ കുറിച്ച് സഹാബിമാരെ ഒരിക്കൽ പുകഴ്ത്തുകയുണ്ടായി. നബിഹൈനിയുടെ മോനെ എന്ന് അറക്കപ്പെടേണ്ടതായ 2 ഉപ്പമാരുടെ മകനായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയോരെ എന്ന് പറഞ്ഞു. ആ വിശേഷണം കേൾക്കുമ്പോൾ നബിതങ്ങൾക്ക് സന്തോഷമാണ്. അവിടുന്ന് പുഞ്ചിരിക്കും അത് കേട്ടാൽ. അതേ ചരിത്രങ്ങളാണ് അവരവിടെ ഓർമ്മിപ്പിക്കുന്നത് എന്നാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത്ഭുതകരമായി വിസ്മയകരമായി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തു നബിയെ ലോകത്തേക്ക് ജാതനാക്കുന്നതിന് വേണ്ടി എത്രയോ ചരിത്രങ്ങളും നിമിത്തങ്ങളും സൃഷ്ടിച്ച് അത്ഭുതങ്ങൾ വിസ്മയങ്ങൾ തീർത്ത് അങ്ങനെയാണ് റബീഉൽ അവ്വലിൽ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പദവി കൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഈമാനും മഹബ്ബത്തും വർദ്ധിപ്പിക്കട്ടെ. അല്ലാഹുവിന്റെയും തിരുദൂതരുടെയും പൊരുത്തമുള്ള അടിയാറുകളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അവന്റെ പൊരുത്തത്തിനായി ദീർഘായുസ്സായ നിലയിൽ ആഫിയത്തോടുകൂടി അല്ലാഹു നൽകട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.